ടു പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 11 എൻഡ് ഓഫ് ബൈപോളാരിറ്റി, ഇരുധ്രുവ രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം എന്ന പാഠഭാഗത്തിൻ്റെ നോട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ സോവിയറ്റ് യൂണിയനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. സോവിയറ്റ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എഴുതുക. എന്തൊക്കെയാണ് സോവിയറ്റ് വ്യവസ്ഥയുടെ സവിശേഷതകൾ? സ്വകാര്യ സ്വത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ 1917 നടന്ന റഷ്യൻ വിപ്ലവത്തെ തുടർന്നാണ് സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ടത്. വിപ്ലവത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സോവിയറ്റ് യൂണിയൻ ഭരിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങളുടെ പിന്തുണയോടെ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ചേരി രൂപീകരിക്കപ്പെട്ടു. സോവിയറ്റ് സംവിധാനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ താഴെ നൽകുന്നു. സങ്കീർണമായ ആശയവിനിമയ ശൃംഖല, ഉയർന്ന തോതിലുള്ള ഊർജ്ജ വിഭവങ്ങൾ, സ്വയം പര്യാപ്തമായ ഉപഭോക്തൃ മേഖല, എല്ലാ പൗരന്മാർക്കും ശരാശരി ജീവിത സൗകര്യങ്ങൾ, എല്ലാവർക്കും തൊഴിൽ. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. സോവിയറ്റ് വ്യവസ്ഥയുടെ ന്യൂനതകൾ. ഒന്നാമത്തെ പോയിന്റ്, ജനാധിപത്യത്തിൻ്റെ അഭാവവും പൗരസ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധവും. രണ്ടാമത്തെ പോയിന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യം. മൂന്നാമത്തെ പോയിന്റ്, മറ്റ് പ്രവിശ്യകളുടെ മേൽ റഷ്യക്കുണ്ടായ ആധിപത്യം. നാലാമത്തെ പോയിന്റ്, ഉത്തരവാദിത്തമില്ലാത്ത ഭരണ സംവിധാനം. അഞ്ചാമത്തെ പോയിന്റ്, പഴഞ്ചൻ സാങ്കേതിക വിദ്യ. ഈ പാഠത്തിൽ നിന്നും പ്രധാനമായിട്ടും ചോദിക്കുന്നൊരു ചോദ്യമാണ് സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ. 8 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരുന്നതാണ്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെ? സോവിയറ്റ് യൂണിയൻ്റെ നവീകരണത്തിനായി 1985 മിഖായേൽ ഗോർബച്ചേവ് ഗ്ലാസ്നോസ്ത്, പെരിസ്ട്രോയ്ക്ക എന്നീ പദ്ധതികൾ ആവിഷ്കരിച്ചു. അതോടൊപ്പം അമേരിക്കയുമായി നിലനിന്നിരുന്ന ശീതയുദ്ധം ലഘൂകരിക്കാനും ബന്ധം ശക്തമാക്കാനും തീരുമാനിച്ചു. സോവിയറ്റ് യൂണിയനിൽ ജനാധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ഗോർബച്ചേവിൻ്റെ ലക്ഷ്യം. എന്നാൽ ഈ പരിഷ്കാരങ്ങൾക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായി. 1991 ഡിസംബറിൽ സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യം ശിഥിലീകരിക്കുന്നതിന് ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ കാരണമായി. ശിഥിലീകരണത്തിൻ്റെ മറ്റു കാരണങ്ങൾ താഴെ പറയുന്നു. ഒന്നാമത്തെ പോയിന്റ്, സാമ്പത്തിക മുരടിപ്പ്. അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സോവിയറ്റ് യൂണിയനിൽ പ്രതീക്ഷിത സാമ്പത്തിക പുരോഗതി ഉണ്ടായില്ല. ഇത് സോവിയറ്റ് ചേരിയിലെ ജനങ്ങൾക്കിടയിൽ അസംതൃപ്തിക്ക് കാരണമായി. രണ്ടാമത്തെ പോയിന്റ്, ആയുധ പോരാട്ടം. അമേരിക്കയുമായി സോവിയറ്റ് യൂണിയൻ നടത്തിയ ആയുധ പോരാട്ടം രാജ്യത്തെ സാമ്പത്തികമായി ബാധിച്ചു. മൂന്നാമത്തെ പോയിന്റ്, രാഷ്ട്രീയ കാരണങ്ങൾ. ഭരണാധികാരികൾക്കിടയിലും ഉദ്യോഗസ്ഥന്മാർക്കിടയിലും നടന്ന അഴിമതിയും ഉത്തരവാദിത്തമില്ലായ്മയും ജനങ്ങൾക്കിടയിൽ കനത്ത അമർഷമുണ്ടാക്കി. നാലാമത്തെ പോയിന്റ്, റഷ്യയുടെ ആധിപത്യം. സോവിയറ്റ് യൂണിയനിലെ 15 പ്രവിശ്യകളിൽ ഏറ്റവും വലുതും ശക്തവും റഷ്യയായിരുന്നു. റഷ്യ മറ്റ് പ്രവിശ്യകളുടെ മേൽ അനാവശ്യമായ ആധിപത്യം ചെലുത്തിയത് അസ്വസ്ഥതയ്ക്ക് കാരണമായി. അഞ്ചാമത്തെ പോയിന്റ്, പ്രാദേശിക വികാരങ്ങൾ. സോവിയറ്റ് യൂണിയനിലെ പല പ്രദേശങ്ങളിലും രാഷ്ട്രത്തോടുള്ള സ്നേഹം കുറയുകയും പ്രാദേശിക വികാരങ്ങൾ ശക്തമാവുകയും ചെയ്തു. ദേശീയ വികാരം കുറഞ്ഞത് രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ്, ശീതസമരത്തിൻ്റെ അവസാനം. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടെ മുതലാളിത്ത ചേരിയും കമ്മ്യൂണിസ്റ്റ് ചേരിയും തമ്മിൽ നടന്നിരുന്ന ശീതയുദ്ധം അവസാനിച്ചു. രണ്ടാമത്തെ പോയിന്റ്, ഏകധ്രുവ ലോകം. ശീതയുദ്ധം അവസാനിച്ചതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി അമേരിക്ക മാറി. ലോകം അമേരിക്കയുടെ നിയന്ത്രണത്തിലായി. മൂന്നാമത്തെ പോയിന്റ്, പുതിയ രാജ്യങ്ങളുടെ ആവിർഭാവം. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തുടർന്ന് 15 പുതിയ രാജ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അതോടെ സോവിയറ്റ് ചേരിയിലുണ്ടായ മറ്റ് പല രാജ്യങ്ങളും വിഭജിക്കപ്പെടുകയും പുതിയ രാജ്യങ്ങൾ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ഷോക്ക് തെറാപ്പി? സവിശേഷതകൾ എന്തെല്ലാം? ഏകാധിപത്യവും കമ്മ്യൂണിസവും പിന്തുടർന്നിരുന്ന സോവിയറ്റ് ചേരിയിലെ രാജ്യങ്ങൾ ജനാധിപത്യത്തിലേക്കും മുതലാളിത്ത വ്യവസ്ഥയിലേക്കും നടത്തിയ മാറ്റമാണ് ഷോക്ക് തെറാപ്പി. ഷോക്ക് തെറാപ്പിയുടെ സവിശേഷതകൾ താഴെ. സോവിയറ്റ് ചേരിയിലെ രാജ്യങ്ങൾ മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് മാറി. ജനങ്ങൾക്ക് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം ലഭിച്ചു. സ്വതന്ത്ര വ്യാപാരവും വിദേശ നിക്ഷേപവും അനുവദിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുമായി മികച്ച ബന്ധം ആരംഭിച്ചു. ഷോക്ക് തെറാപ്പിയുടെ പ്രത്യാഘാതങ്ങൾ. ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള വ്യവസായങ്ങൾ തകർന്നു. റഷ്യൻ കറൻസിയായ റൂബിളിൻ്റെ മൂല്യം ഇടിഞ്ഞു.
ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയതോടെ ദാരിദ്ര്യം വർദ്ധിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങൾ മാഫിയ സംഘങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. രാജ്യത്തെ സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ ഏകാധികളായി. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. ഇന്ത്യ സോവിയറ്റ് ബന്ധത്തിലെ വിവിധ വശങ്ങൾ എഴുതുക. സാമ്പത്തിക വശം, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇന്ത്യയിൽ ആരംഭിച്ച പല വ്യവസായങ്ങൾക്കും സോവിയറ്റ് യൂണിയൻ സാമ്പത്തികമായി സഹായിച്ചു. രണ്ടാമത്തെ പോയിന്റ് രാഷ്ട്രീയ ബന്ധം. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണ ലഭിച്ചു. ചില അവസരങ്ങളിൽ സോവിയറ്റ് വിദേശ നയത്തെ ഇന്ത്യ പിന്തുണച്ചു. മൂന്നാമത്തെ പോയിന്റ് സൈനിക ബന്ധം. ഇന്ത്യക്ക് ആയുധങ്ങളും സൈനിക സാങ്കേതിക സംവിധാനങ്ങളും കൈമാറാൻ സോവിയറ്റ് യൂണിയൻ തയ്യാറായിരുന്നു. നാലാമത്തെ പോയിന്റ് സാംസ്കാരിക ബന്ധം. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ സാംസ്കാരിക കൈമാറ്റം നടത്തിയിരുന്നു. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചില വൺ വേർഡ് ക്വസ്റ്റ്യനുകൾ. ബോൾഷെവിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? ലെനിനാണ് ഉത്തരം. അടുത്ത ചോദ്യം, സോവിയറ്റ് യൂണിയൻ തകർന്ന വർഷം. ഉത്തരം 1991. പെരിസ്ട്രോയിക്ക, ഗ്ലാസ്നോസ്ത് എന്നീ പദ്ധതികൾ നടപ്പിലാക്കിയത് ആരാണ്? മിഖായേൽ ഗോർബച്ചേവ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ.